ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുലാം ജാമിൻ്റെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഈ റെസിപ്പി കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മാണ്ടിയോല് നിങ്ങൾ കണ്ടോളി. ഞാനിന്ന് രാവിലെ തന്നെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസമായിട്ട് ഈ സ്റ്റൂളുമ വന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്താണെന്നറിയില്ല, അടിയിൽ നിന്ന് എന്തോ ഒരു സാധനം തെറിക്കുന്നത് കണ്ടു. ആ കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോ പിടിച്ചാണ്. കുട്ടികൾ കാട്ടിച്ച പണിയൊക്കെയാണ്. ഈ സ്റ്റൂളിൻ്റെ ചോട്ടിൽ മീനിൻ്റെ ബക്കറ്റ് കൊടുന്ന് വെച്ചാണ്ട് അതും വലിയ ബിലാല് എൻ്റെ മേത്തുക്കട് ചാടി. ഞാൻ അന്തം വിട്ട് കാണാൻ എന്താ ഇപ്പോൾ ഈ ചാടിനെടുത്ത് നോക്കിയാണ്ട് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് രസമായിക്കണോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കണ്ടില്ലേ, കുറച്ച് പിള്ളേരതിന് വട്ടം കൂടി നിൽക്കണമൊക്കെയാണ്. ഇന്ന് രാവിലെ മകൻ കൊണ്ടുവന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ ഇന്ന് കണ്ണു സോക്കടായിട്ട് കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഓൻ്റെ ഓരോ പിത്തനെ കണ്ടില്ല നിങ്ങൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, എൻ്റെ വീഡിയോ നന്നായിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളി, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയിക്കോളി കേട്ടോ. കാരണം ഏതായാലും ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ എടുത്ത വീഡിയോ ഞാൻ എന്നാ ചെയ്യാനാ, വെറുതെ ഡിലീറ്റ് ആക്കി കളയേണ്ടി വരും. അപ്പോൾ ഡിലീറ്റ് ആക്കാൻ നിൽക്കണ്ട. എന്നാലും ടേസ്റ്റിയാണ് കഴിക്കാൻ കേട്ടോ. ഇനി ഉണ്ടാക്കി നോക്കാൻ താല്പര്യമില്ലോലി ഇത് കണ്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അത് ഞാൻ 100% ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഞാൻ ഉണ്ട് കേട്ടോ. പക്ഷേ റെസിപ്പി കറക്റ്റ് ആയിട്ടില്ല ഞാളെ. ഗുലാം ജാം എന്ന് പറഞ്ഞാൽ ഗുലാം ജാമിൻ്റെ ഒരു പരുവം തന്നെങ്കിലും നമുക്ക് വേണ്ടേ. ഇത് ഗുലാം ജാമിൻ്റെ പരുവൊന്നും ആയിട്ടില്ല ഞാളെ. ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങി അതിലേക്ക് 2 പാക്കറ്റ് പാൽപ്പൊടി വാങ്ങി എൻ്റെ കായൻ പോയി, അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെയൊക്കെ കാട്ടി കുഴച്ച് ഉരുട്ടി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ സൈഡത്തെ പീസൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. നല്ല ചേൽക്ക് തന്നെ എല്ലാ ബ്രെഡും മുഴുവനാണ് ഉണ്ടാക്കിയിട്ട് മുഴുവനാണ് തിന്ന, ഒറ്റ പീസ് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നല്ലോണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നുകാണ്ട് ഈ വീഡിയോ ഒക്കെ എടുത്തുക്കണത്. കണ്ടില്ല നിങ്ങൾ, ഇത്ര മാവ് ഗുലാം ജാമിനെയാണ് ഉണ്ടാക്കിയത്. ഒരു ബ്രെഡിൻ്റെ പാക്കറ്റിനെ പൊടിച്ചുകാണ്ട് ഈ ഒരു രൂപത്തിലാക്കിയാണ്ടാക്കി നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും കുഴക്കന്നെയാണ്. എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസമൊക്കെ അത് നന്നാകും തന്നെയാണ് കേട്ടോ. ഈ നന്നാകും എന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെയാണ് ഈ കുഴച്ചെടുക്കണേ. എന്താണെന്നറിയില്ല, എൻ്റെ കറക്റ്റ് ആയിട്ടില്ല. ഇനി ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് കറക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെത് കറക്റ്റ് ആയിട്ടില്ല, അത്ര തന്നെ പറഞ്ഞത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഞാനൊരു പാത്രത്തിൽ പഞ്ചാര ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ പഞ്ചാര ലായനി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സ്വാഗതം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോകുന്നയാളെ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും, എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ട കൂട്ടുകാർക്കും, വീഡിയോ മുഴുവനായിട്ട് കാണാത്ത കൂട്ടുകാർക്കും, എല്ലാ കൂട്ടുകാർക്കും ഈ അവസരഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകാണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ഞാൻ മതി കേട്ടോ. കാരണം നമ്മൾ എന്താ വെച്ചാൽ ഏതായാലും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്ത് വന്ന് നോക്കിയാണെങ്കിൽ ഞാൻ ഇന്നലെ മിഞ്ഞാന്നും അതിൻ്റെ തലേന്നൊക്കെ ഇട്ട വീഡിയോകൾ നല്ലതാണ്. അപ്പോൾ കണ്ടൻറ്റ് ഉണ്ടോ ചോദിച്ചാൽ ഒരു കണ്ടൻറ്റും ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഏതായാലും ഞാൻ എടുത്ത സ്ഥിതിക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ 1500 MB നമുക്ക് ചിലവാണ് കേട്ടോ. നെറ്റ് ഏതായാലും നെറ്റ് ഉണ്ടായാൽ നമ്മൾ വെറുതെ അങ്ങനെ ഫോണുമ്പോൾ അതിന്മേൽ തന്നെ തോണ്ടി കുത്തിർക്കുക. അപ്പോൾ അതിലാറല്ല യൂട്യൂബ് തന്നെയാണ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതിയാണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേച്ചോളി. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോമ്മ തന്നെ നമ്മളിത് ഇതന്നെ ഈ കാര്യം, ഇനി അടുത്ത വീഡിയോ ഒക്കെ അങ്ങനത്തെ ഈ കാര്യം നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. നല്ല നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് ഞാൻ വരും കേട്ടോ. ഇതൊന്നല്ല ഞാളെ, ഇതൊക്കെ ലോക്കൽ റെസിപ്പി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് പാളിപ്പോയ റെസിപ്പിക്കും വേണ്ട ഒരു ചാൻസ് നമ്മൾ കൊടുക്കാതെ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഓടിയെത്തും. അപ്പോൾ പഞ്ചാര ലായനി ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ കുറുക്കിയെടുക്കല്ല കേട്ടോ, അലിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക കേട്ടോ. ഗുലാം ജാമിൻ്റെ പരുവം അതാണ്. ഒരു 3 മിനിറ്റിലേറെ പഞ്ചാര ലായനി ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ പഞ്ചാര ലായനി വേറെ രൂപത്തിലാവും. പഞ്ചാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര ലായനി കേട്ടോ നമ്മൾ ഉദ്ദേശിക്കണേ. പഞ്ചസാര ലായനി വേറൊരു പരുവത്തിലായി ക്രിസ്റ്റൽ കൈക്കാണ്ട് വേറൊരു പരുവാകും. നൂൽ പരുവമാണെങ്കിൽ പറയാം. അങ്ങനെ എന്തൊക്കെയോ കുറേ പരുവങ്ങളുണ്ട്. ആ പരുവങ്ങളൊക്കെ ആയിപ്പോയാൽ നമുക്ക് ഗുലാം ജാമിന് പറ്റൂല. അപ്പോൾ പഞ്ചാര ഉരുക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫാക്കുക. പഞ്ചാര ഉരുകിയാണ് തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കുക. ഗുലാം ജാമിൻ്റെ പരുവൊക്കെ അതാണ്. ഗുലാം ജാം അങ്ങനെയല്ല എന്നുള്ളൂ. അത് അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വീണ്ടും തുടരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഉരുട്ടിയെടുക്കുന്നു പ്രിയപ്പെട്ടവരെ. എൻ്റെ 10, 50, 60, 70, 75 രൂപ 80 രൂപേൻ്റെ അടുത്തുനിന്ന് എനിക്ക് ചിലവാണ് കേട്ടോ. ഈ ഒരു ബ്രെഡിൻ്റെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡിൻ്റെ പാക്കറ്റ് വാങ്ങി, പാൽപ്പൊടി വാങ്ങി, അങ്ങനെ എന്തൊക്കെയോ ചിലവുകൾ വന്നു. ഏതെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല ഞാളെ. നമ്മളെ വീഡിയോ പിന്നെ എപ്പോഴൊന്നും പാളിപ്പോകലില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പാളിപ്പോകലുള്ളൂ കേട്ടോ.
എപ്പോഴും ഇപ്പോൾ നമ്മൾ കറക്റ്റ് റെസിപ്പി ഉണ്ടാക്കിയാണ്ട് എപ്പോഴും ഇപ്പോൾ നമ്മളത് കറക്റ്റ് ആവണം എന്നില്ല. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കറക്റ്റാണ്. അപ്പോൾ എപ്പോഴും കറക്റ്റ് ആവണം എന്നില്ല. കറക്റ്റ് ആകാത്ത വീഡിയോക്ക് നമ്മളൊരു ചാൻസ് കൊടുക്കണ്ടേ? പാവല്ലേ, നിരാശനായി ഗാലറിയിൽ നിന്ന് മടങ്ങി പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഇടങ്ങേറന്നേക്കാരം. ഗാലറിയിലൊരു സ്ഥാനമില്ലാതെ ആ വീഡിയോ പോകുക എന്ന് പറയുമ്പോഴേ. അപ്പോൾ യൂട്യൂബിൽ ഞാനായിട്ടൊരു സ്ഥാനം കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേച്ചാൽ ഈ വീഡിയോ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ച് ഉരുട്ടി ഇങ്ങനെ ചെയ്തെടുക്കുക നമ്മൾ. കുട്ടികളൊക്കെ ഗുലാം ജാമിന് വേണ്ടിയിട്ട് വരികയാണ് നിങ്ങളെ, പിന്നെ വീണ്ടും വരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയല്ലേ അവർ വരുന്നത്. ഏതായാലും അലിഞ്ഞു പിലിഞ്ഞ റെസിപ്പി ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയില്ലേ ഞാൻ എന്തൊക്കെയാണ് അതിലിട്ടതെന്ന്. പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 പാക്കറ്റ് പാൽപ്പൊടിയാണ്. എങ്ങനെ രസമല്ലാതൊക്കെ ഇതിങ്ങനെ ഉരുട്ടി മുണിങ്ങിയാൽ തന്നെ നല്ല രസീകാരം. അത്രയ്ക്ക് നല്ല രസത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കുകയാണ് ഞാൻ. ഈ ഒരു പരുവക്കായപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണേ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് തന്നെ പ്രതീക്ഷിക്കണേ. പോയിക്കോ, അങ്ങോട്ട് പോകാം, ബാത്റൂമിൽ പോകാട്ടോ. അപ്പോൾ കുട്ടികൾ കണ്ടില്ല നിങ്ങൾ പഞ്ചാര ലായനിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ മുക്കി കുടിച്ചിട്ടേ അവർ ഓരോന്ന് പറയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവർക്കൊന്ന് സ്കൂളില്ല, ചെറിയ കുട്ടിയാണ് കേട്ടോ, അംഗനവാടി കുട്ടിയാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി റെസിപ്പിയാണ്. കണ്ടില്ലേ ഇതുപോലെ ഉരുട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. വീഡിയോ വൈൻഡപ്പ് ആക്കാൻ നേരമായിട്ടില്ല. വീഡിയോ വൈൻഡപ്പ് ആക്കണമെങ്കിൽ ഒരു 8-9 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഏതായാലും നിങ്ങൾ കണ്ടോളി. ഇതന്നെയാണ് ഇതിൻ്റെ പരുവം. ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് നിൽക്കുന്നതാണല്ലോ. പഠിച്ചവനെ ഇത് വേഗം ഒന്ന് ഉരുട്ടൽ തീർന്നാൽ മതിയേനെ. എത്ര നേരം. അപ്പം ഈ എഡിറ്റിങ്ങിനും ഞാൻ പോയിട്ടില്ല കേട്ടോ. എഡിറ്റൊന്നും പോയാൽ ഇത് മുതലാവില്ല തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പാളിപ്പോയ റെസിപ്പി കുറേ എഡിറ്റ് ചെയ്തിട്ട് എന്താ കാര്യം. ഒരു 10 വ്യൂസ് എങ്കിൽ 10 വ്യൂസ് അത്രേ നമ്മൾ പ്രതീക്ഷിക്കണുള്ളൂ. എൻ്റെ സബ്സ്ക്രൈബൊക്കെ പോകാനേ മതി, അത്രയേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ തുടരുന്നു. കണ്ടില്ല നിങ്ങൾ. ഇപ്പം ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ല കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതെങ്കിലും വെളിച്ചെണ്ണയൊന്നും പുതിയതൊന്നും പാർന്ന് കൊടുത്തിട്ടില്ല ഞാളെ. എന്താ വെച്ചാൽ നമുക്കിത് ഭൂരിയാണ് കേട്ടോ ചായക്കടി. അപ്പോൾ ഭൂരി ചായക്കടി ആയതുകൊണ്ട് തന്നെ എനിക്ക് വെളിച്ചെണ്ണ ബാലൻസ് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു ആശ്വാസം. ഒരു വെളിച്ചെണ്ണയും കൂടിയൊക്കെ പാർന്ന് കൊടുത്തേക്കാന്നുണ്ടെങ്കിൽ അതും ആ ഒരു നഷ്ടം നമ്മൾ സഹിക്കണ്ടേ. അപ്പോൾ ആ ഒരു നഷ്ടം നമുക്ക് വന്നിട്ടില്ല. ഏതായാലും അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഹെൽത്തി റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തല്ലേ, അതുകൊണ്ടായിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും തുടരുന്നു. അടിപൊളി റെസിപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോലിട്ടോ. കണ്ടില്ലേ വീഡിയോ തുടരുന്നു. കണ്ടില്ലേ ചെറു തീയിലിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മൈദപ്പൊടിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാണ്. മൈദപ്പൊടി പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കി കേട്ടോ. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കറക്റ്റ് പരുവായിരുന്നു. അത് കണ്ടുകാണ് ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കരുതി വന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ മുങ്ങിത്തപ്പി എല്ലാത്തുനിന്നും കൂടിയാണ്ട് ഓരോ സാമ്പിൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് നോക്കിയപ്പോൾ ആകെ കുളം കുത്തി. കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഗുലാം ജാമിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ. ഞാൻ ഇതിനെ വർണ്ണിക്കാനോ വർണ്ണന വരുത്താനോ ഒന്നിനും ഞാനില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്താ വെച്ചാൽ ഇതിനെ വർണ്ണിച്ചിട്ട് കാര്യമുണ്ടോ. ഇതിൻ്റെ ഒരു കോലം നോക്കിയാണെങ്കിൽ നല്ല ബ്രെഡ് ഉണ്ടയായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇനി പറയാം എനിക്കറിയില്ല. ഈ അവസരഘട്ടത്തിൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഈ തേൻ മിഠായി എന്നാണ് കിട്ടുന്നത്. ഗുലാം ജാമിൻ്റെ റെസിപ്പി കണ്ടിട്ടാണ് വന്നവരെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, അവർക്ക് ഇനി എൻ്റെ താഴത്ത് കുറേ റെസിപ്പികളുണ്ട്, നല്ല അടിപൊളി റെസിപ്പികൾ. അതൊക്കെ പോയി കണ്ട് സമാധാനിച്ചോളിട്ടാണ് ഞങ്ങളെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ പറയണോ? ഷെയർ ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി മറ്റുള്ളവർക്ക്